വന്യമൃഗങ്ങളുടെ ആക്രമണവും കാർഷിക രംഗത്തെ തകർച്ചയും മലയോര മേഖലയെ വരിഞ്ഞു മുറുക്കുകയാണെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന UDF സർക്കാർ കർഷകരെ ചേർത്ത് പിടിക്കുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടന ഭാഗമായി ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നട്ടലായ കാർഷിക മേഖല സംരക്ഷിക്കപ്പെടാത്തത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. മലയോര കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വിളകളുടെ നാശവും വന്യമൃഗശല്യവും നേരിടുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങളായി കേന്ദ്ര കേരള സർക്കാരുകൾ താൽപര്യം കാട്ടുന്നില്ലെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. കൃഷിയുടെ മൂല്യവർധന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണന സാധ്യത തേടാനും സർക്കാരുകൾ തയ്യാറാവുന്നില്ല. രണ്ടു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിരുന്നിട്ടു കൂടി തൃക്കരിപ്പൂരിന്റെ അവസ്ഥ അതിദയനീയമാണെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ചീമനിൽ IT പാർക്ക് വന്നിരുന്നെങ്കിൽ യുവക്കൾക്ക് അനന്ത സാധ്യതയുണ്ടാവുമായിരുന്നു. 10 വർഷമായി അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉപേക്ഷിക്കുകയായിരുന്നു. വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന UDF സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ CPM വിദ്വേഷ പ്രചാരണം നടത്തുകയാണെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ചിറ്റാരിക്കൽ ടൗണിലായിരുന്നു തുടക്കം. തോമപുരം സെന്റ് തോമസ് ഫെറോന പള്ളി, കിരിയത്തേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രം, നീലംപാറ ജുമാ മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ 40 കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. അധികാരത്തിലെത്തിയാൽ കേന്ദ്രത്തിന്റെ വികസന വളർച്ച സാധ്യത കൂടി കണക്കിലെടുത്താണ് UDF മിഷൻ നടപ്പിലാക്കുന്നതെന്നും കർഷകരും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യർ പറഞ്ഞു. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ പര്യടന പരിപാടിക്ക് UDFന്റെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് തല നേതാക്കൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.